ഫ്രണ്ട്സിന് നമസ്കാരം. സ്വപ്നങ്ങൾ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. എനിക്കും ഒരു സ്വപ്നമുണ്ട്, ലഹരി വിമുക്ത കേരളം. എവിടെയും ലഹരി വസ്തുക്കളുടെ നിഴൽ പോലും കാണാൻ കഴിയാത്ത, ഓരോ കുട്ടിയും സുരക്ഷിതമായി വളരുന്ന, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാതെ നിൽക്കുന്ന, ശുദ്ധ മനസ്സുകളുള്ള യുവതലമുറയെ അറിയുന്ന ഒരു കേരളം. എൻ്റെ കേരളം സംസ്കാര സമൃദ്ധിയും വിദ്യാഭ്യാസ പുരോഗതിയും കൊണ്ട് അഭിമാനിക്കുന്ന ഒരു നാടാണ്. പക്ഷെ ഇന്നത്തെ കേരളം ലഹരിയുടെ പിടിയിലാണെന്ന സത്യം നാം മറക്കരുത്. വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ ഇതിൻ്റെ വലയിൽ കുടുങ്ങുകയാണ്. അതിനാൽ തന്നെ ഒരു ലഹരി വിമുക്ത കേരളം എന്നത് എൻ്റെ മാത്രം സ്വപ്നമല്ല, നമ്മുടെ മുഴുവൻ സമൂഹത്തിൻ്റെയും കൂടെ കടമയാണ്. സിരകളിൽ നൊരിയുന്ന ലഹരിക്ക് ജീവിത ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന മിഥ്യാബോധത്തിന്റെ മായിക വലയത്തിൽ കുടുങ്ങിപ്പോകുകയല്ലേ മനുഷ്യൻ. ഒടുങ്ങാത്ത സുഖതൃഷ്ണതയ്ക്ക് മുമ്പിൽ സർവവും സമർപ്പിച്ച് പരാജയം ഏറ്റുവാങ്ങുന്ന മനുഷ്യന്റെ ബലഹീനത ഒരു വശത്ത്, ഈ ബലഹീനതയെ ചൂഷണം ചെയ്ത് കീശ വീർപ്പിക്കാൻ തക്കം നോക്കുന്ന ലഹരി മാഫിയ മറുവശത്ത്. ഇവർക്കെല്ലാം ഉപരി മദ്യനയത്തെക്കുറിച്ചും ലഹരിക്കെതിരെയും ഗിരിപ്രഭാഷണം നടത്തുന്ന ഭരണാധികാരികളുടെ അവസരവാദവും അധികാരമോഹവും. എന്തിന് ലഹരിക്ക് പിന്നിലെ കറുത്ത കൈകൾ നമ്മുടെ ഭരണചക്രം തിരിക്കുന്നു എന്നത് നിഷേധിക്കാനാവാത്ത സത്യമല്ലേ. ലഹരി വിമുക്ത കേരളം സാക്ഷാത്കരിക്കാനായി നമ്മൾ വിദ്യാർത്ഥികൾ കടമയോടെ മുന്നോട്ട് വരണം. സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള ക്യാമ്പയിനുകളിൽ പങ്കെടുക്കണം. സ്കൂൾ പ്രസംഗങ്ങൾ, പോസ്റ്റർ മത്സരങ്ങൾ, ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, ബോധവൽക്കരണ റാലികൾ തുടങ്ങിയ പല പരിപാടികളിൽ സജീവമായി പങ്കാളികളാവുകയും ചെയ്യണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, 2016 6000-ഓളം കേസുകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ 2022 ഇത് 27,613 കേസുകളായി കൂടി. 2023 30,330 കേസുകളായി അത് വീണ്ടും ഉയർന്നു. എന്നാൽ 2024 27,267 കേസുകളായി അത് കുറഞ്ഞു. എന്നാൽ 2025 വെറും 2 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 1783 കേസുകൾ വരെ എത്തി. ഇതിനുപരി കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം എത്രത്തോളം വിസ്തൃതവും ആപൽക്കരവുമാണെന്ന് കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ചില സംഭവങ്ങൾ തന്നെ ധാരാളം. ഏറ്റവും ഒടുവിലായി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ പെരിയാർ ഹോസ്റ്റലിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 2 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തതിനോടൊപ്പം കഞ്ചാവ് തൂക്കി വിൽക്കുന്ന ത്രാസ് വരെ കണ്ടെടുക്കുകയുണ്ടായി. ലഹരി ഒഴുക്ക് തടയാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പുതുതലമുറ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. യുവതലമുറയുടെ പങ്കാളിത്തം ഈ വലിയ ദൗത്യത്തിന് കൂടുതൽ ഊർജം പകരും. നാട്ടിലും വീട്ടിലും കോളേജിലും ക്യാമ്പസിലും വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ കണ്ണുകൾ തുറന്നു വെക്കാൻ തീരുമാനിച്ചാൽ അതിന് നന്ദി പറയുക ഈ കാലം തന്നെയാകും. കഴിഞ്ഞ മാർച്ച് 26 മുതൽ 30 വരെ ശ്രീ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ യാത്ര തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് വരെ നടത്തുകയുണ്ടായി. നമ്മുടെ എക്സൈസ് വകുപ്പ് വിമുക്തി എന്ന പദ്ധതിയിലൂടെ ലഹരി വിരുദ്ധ പ്രചാരണങ്ങളും ചികിത്സാ സേവനങ്ങളും നടത്തുന്നു. ലഹരിയിലേക്ക് ഒഴുകിത്തീരേണ്ടതല്ല നമ്മുടെ പുതുതലമുറ എന്ന ഉത്തമ ബോധ്യത്തോടെ വേണം കേരളം ഈ പോരാട്ടത്തിൽ മുന്നേറേണ്ടത്. ജീവിതത്തിലെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയ ചെറുപ്പക്കാരെയും താലോലിച്ച് വളർത്തി വലുതാക്കിയ സ്വപ്നങ്ങൾ കൈമോശം വന്ന് കേഴുന്ന മാതാപിതാക്കളെയും അല്ല കേരളം കാണേണ്ടത്. നാളെയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്താൻ നോക്കുന്ന ലഹരി സംഘങ്ങളെ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ലഹരി മരുന്നുകളുടെ നരകവാതിൽ കൊട്ടിയടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതിനായി മാതാപിതാക്കളും രാഷ്ട്രീയ നേതാക്കളും അധ്യാപകരും എന്നുവേണ്ട എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ലഹരി വിരുദ്ധ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് ശപഥം ചെയ്യാം. ലഹരി വസ്തുക്കൾക്കെതിരെ ഞങ്ങൾ പോരാടും. ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.